തേനും വാഴപ്പഴവും സംഭരിക്കാനും കയറ്റുമതി ചെയ്യാനും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭരണ പാർക്ക് എന്നതായിരുന്നു തൃശ്ശൂരിൽ ഹണി ആൻഡ് ബനാന പാർക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സർക്കാരിന്റെ വാഗ്ദാനം. 24 കോടി രൂപ ചെലവഴിച്ചാണ് ഹണി ആൻഡ് ബനാന പാർക്ക് തൃശ്ശൂർ പീച്ചിയിൽ നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാം. 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂർ പീച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത ബനാന ആൻഡ് ഹണി പാർക്കിന്റെ ബോർഡിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ബോർഡ് ഇങ്ങനെയാണെങ്കിൽ സ്ഥാപനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാം. 24 കോടി രൂപ ചെലവിലായിരുന്നു ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തേനും വാഴപ്പഴവും സംഭരിക്കാനും കയറ്റുമതി ചെയ്യാനും ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സംഭരണ കേന്ദ്രം എന്നതായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഗേറ്റിന് പുറത്ത് ഈ മഞ്ഞൾ ഉണക്കാനിടാം എന്നത് മാത്രമാണ് നാട്ടുകാർക്കുള്ള ഉപകാരം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 2021 ഫെബ്രുവരിയിൽ ഹണി ആൻഡ് ബനാന പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പഴവും തേനും ആധുനിക രീതിയിൽ സംസ്കരിച്ച് ദേശീയ രാജ്യാന്തര വിപണിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച പദ്ധതി പക്ഷേ പൂർണ്ണമായും അവതാളത്തിലായി. ചുറ്റും കാട് മൂടിയ അവസ്ഥ. തെരുവ് പട്ടികളുടെ വിശ്രമ കേന്ദ്രമായി സ്ഥലം മാറിയതോടെ അയൽക്കാർക്കും ശല്യം. പട്ടികൾക്ക് തീറ്റയും കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് തിന്നു കഴിഞ്ഞ സന്ധ്യ കഴിഞ്ഞാൽ വരും. പിന്നെ കോഴീനെ ഒക്കെ പിടിച്ച് കൊല്ലും. അവർ കുറേ പട്ടികൾ വന്നിട്ട് കോഴീനെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലും. വീട്ടിൽ സന്ധ്യ ആയി കഴിയുമ്പോൾ അറിയാത്ത കയറി കിടക്കും. പിന്നെ ചവിട്ടി ചെരുപ്പ് ഈ വക സാധനങ്ങളൊക്കെ പട്ടി എടുത്തുകൊണ്ട് പോകും അതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് കൊണ്ടുപോയി കടിച്ച് കീറി കളയും. ചെരുപ്പൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല പട്ടി കയറി കഴിഞ്ഞാൽ. പിന്നെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചെത്തിച്ച യന്ത്രങ്ങൾ ഒരു സംരക്ഷണവുമില്ലാതെ നശിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി വ്യവസായ കേന്ദ്രം മാറിയെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ സമരത്തിനൊരുങ്ങാനാണ് BJPയുടെ തീരുമാനം. ഈ തുകയുടെ കമ്മീഷൻ പറ്റിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട വിധത്തിലുള്ള ഒരു മുൻധാരണയോട് കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കാതെ ഇത് കമ്മീഷൻ പറ്റിക്കൊണ്ട് ഇത് മുരടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടി ഈ സർക്കാരും തുടർഭരണം ഉണ്ടായിട്ട് പോലും ഈ ഇടതുപക്ഷ സർക്കാർ ഇതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യക്രമങ്ങൾ നടത്തുന്നില്ല. ഈ തരത്തിലുള്ള ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം, അതുപോലെ തന്നെ ഒരുപാട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു സംരംഭം ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് നിയമ പോരാട്ടങ്ങളോടൊപ്പം തന്നെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പലതവണ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന പരാതിയിലാണ് കർഷകരും. ജനം, തൃശ്ശൂർ.